ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ചെമ്മീനൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയെടുത്ത് അതിലേക്കൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല എന്ന് പറയുമ്പോൾ 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ നാരങ്ങ നീരോട് ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെച്ച് ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം. നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി 30 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി മതിയാകും, അത് ചെറുതായിട്ട് അരിഞ്ഞ ഒരു മീഡിയം സൈസ് തക്കാളി അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമുക്കിനി മസാല പുരട്ടി വെച്ച ചെമ്മീൻ ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഓരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറേശ്ശെ ഇട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് മതിയാകും. ഇത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചെമ്മീനും ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് ആ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമല്ലോ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു സ്പൂണ് മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ നമ്മൾ നേരത്തെ ഇതുപോലെ ചെമ്മീനകത്ത് മുളക് പൊടി ചേർത്തത് കൊണ്ട് 1 സ്പൂൺ മുളക് പൊടി മതിയായിരിക്കും. അങ്ങനെ നമുക്ക് ഇതുപോലെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഈ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ഈ തക്കാളിയും സവാളയും എല്ലാതുപോലെ ഒന്ന് കുറച്ച് നേരം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അതൊന്ന് നല്ലതുപോലെ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ഒത്തിരി വേണ്ട, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി ഒന്ന് കൊടുക്കണം, ചിലപ്പോൾ അടി പിടിച്ചാൽ. അങ്ങനെ നമുക്ക് അതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ അത് അടച്ചിങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തും പിന്നെ അടച്ചുമൊക്കെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ലതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലതുപോലെ ആ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ, എരിവ് ആവശ്യത്തിനുള്ള എരിവ് നോക്കിയിട്ട് അതിനാവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്താൽ മതി. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂണ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.